കൊച്ചിയിൽ 70 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ്. പത്തടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ് നിക്ഷേപകരെ പറ്റിച്ചത്. സ്ഥാപനം പൂട്ടി, ഉടമകൾ മുങ്ങി. ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 ലക്ഷം കൊടുത്ത് എൻ്റെ മെച്യൂരിറ്റിയായി. ഇയാൾ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു, പൈസ തന്നില്ല. വീട്ടിൽ പോയി റിമോട്ട് കയറ്റും ഭയങ്കരമായ വീടാണ് വെച്ചേക്കണേ. എന്നിട്ടും തന്നില്ല. ഞാൻ നേരെ ഇയാളുടെ മരുമോളുടെ വീട്ടിൽ പോയി. ദേശമംഗലം മരുമോളുടെ അച്ഛൻ്റെ പേര് ശ്രീകുമാർ, അമ്മ ടീച്ചർ, ഈ പെണ്ണിൻ്റെ പേര് അഞ്ജു. ഇത് പെണ്ണും ഈ ഇതിനകത്തുണ്ട്, സ്ഥാപനത്തിനകത്ത്. ഇയാൾ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ട് വീട്ടിൽ പോയാൽ പറയാം എൻ്റെ മോൻ്റെ ഭാവി കളഞ്ഞോളൂന്ന്. ഇവിടെ എത്ര പേരുടെ ഭാവി പോയേക്കണെന്ന് അറിയോ? എൻ്റെ ഒരു 1.5 കോടിയോളം രൂപ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. 54 ലക്ഷം കഴിഞ്ഞ മാർച്ചിൽ മെച്യൂരിറ്റി ആയതാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മെച്യൂരിറ്റി ആയത് കിട്ടാത്തത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് നന്നായി നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സൊസൈറ്റീനെ ഇങ്ങനെ അവർ പൊട്ടിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോഴാണ്. പലതവണ സംസാരിക്കുമ്പോൾ ജാനുവരി തൊട്ട് സംസാരിക്കണതാണ്. അപ്പോൾ ഓരോരോ ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം പറഞ്ഞു അയാൾ ലോൺ എടുത്തിട്ട് തരും, ലോൺ എടുക്കാൻ നോക്കുകയാണ്, അതിന് തരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ല എനിക്ക് കുറച്ച് സാവകാശം എന്താ, എൻ്റെ വസ്തു വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞു. പൈസ അയാൾ എന്താ പറ്റിയെന്ന് അയാൾ പറയണില്ല. പക്ഷെ അയാൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആക്കി. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, വലിയ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? കുറെ കാലങ്ങളായി പ്രതിസന്ധിയുണ്ട് എന്നതാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഇവർ എവിടെയാണ് എന്നൊക്കെയുള്ളത് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. അനുജ, തൃശൂർ ദേശമംഗലം സ്വദേശികളായ അഖിൽ മുരളി, വൈസ് ചെയർമാൻ മുരളീധരൻ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന 10ഓളം പേരാണ് ഈ അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയും ആളുകളിൽ നിന്ന് നിക്ഷേപം, അത് കോടികളാണ്, 70 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത്രയും തുക നിക്ഷേപമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പത്തടിപ്പാലത്താണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഓഫീസ് പൂട്ടിയിട്ട നിലയിലാണ്. പലർക്കും നിക്ഷേപത്തിൻ്റെ പറഞ്ഞിരുന്നത് 12 മുതൽ 14% വരെ പലിശ നൽകാമെന്ന് പറഞ്ഞാണ് പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നത്. നമ്മൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ സംസാരിച്ച ഒരാളുടെ മകളുടെ കല്യാണം അടുത്ത മാസമാണ്. ആ പണം മെച്യൂരിറ്റി ആയിട്ട് വാങ്ങാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ചെക്ക് ഇവർ ക്ലോസ് ചെയ്ത അക്കൗണ്ടിൻ്റെ ചെക്കാണ് ബാങ്കിലേക്കായി അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അത്തരത്തിൽ 1 കോടിയും 2 കോടിയും 4 കോടിയും മുതൽ 5 ലക്ഷം രൂപ വരെ പോയ ആളുകളുണ്ട്. ഇവരെല്ലാം വിവിധ ആവശ്യങ്ങൾക്ക് നിക്ഷേപിച്ച പണമാണ് ഇങ്ങനെ ഈ സംഘം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. നിലവിൽ 14ലധികം FIRകൾ ഇവർക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറമെ, കേരളത്തിന് പുറമെ കോയമ്പത്തൂരിലും ഈ സ്ഥാപനത്തിന് ബ്രാഞ്ചുകളുണ്ടായിരുന്നു. അവിടെ നിന്നും ആളുകൾ ഈ നിക്ഷേപിച്ച പണം തേടിക്കൊണ്ട് ഈ പത്തടിപ്പാലത്തെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ രജിസ്റ്റർ ചെയ്ത FIRകളൊക്കെ ഉണ്ടെങ്കിലും പ്രതികൾ സുഖമായി ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്ര വലിയ പരാതികൾ ഉയർന്നിട്ടും പോലീസിന് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ഇത്രയേറെ ആളുകളെ പറ്റിച്ച ഒരു സ്ഥാപനം 70 കോടി നിക്ഷേപകർ തന്നെ കണ്ടെത്തിയ തുകയാണ് തട്ടിപ്പിലൂടെ അവർ കൊണ്ടുപോയത്. അതിലും വലിയ തുകയായിരിക്കും ഒരുപക്ഷെ പോലീസ് അന്വേഷണം ശരിയായി നടന്നാൽ ഈ തട്ടിപ്പുകാർ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും കൊച്ചിയിൽ ഈയിടെ നടന്ന നിക്ഷേപ തട്ടിപ്പുകളിൽ, മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ നടന്ന നിക്ഷേപ തട്ടിപ്പുകളിൽ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിക്ഷേപകർ കണ്ടെത്തിയത് 70 കോടി രൂപയുടെ തട്ടിപ്പാണ്. അനുജ, ശ്യാംകുമാർ, ഇതിൽ ഈ 1 കോടിയിലേറെയൊക്കെ നിക്ഷേപിച്ചവർ പോലും ഇതിലുണ്ടല്ലോ. എന്ത് പറഞ്ഞാണ് ഇവരുടെയൊക്കെ വിശ്വാസം നേടിയെടുത്തത് ഈ ആളുകൾ? അനുജ, കൃത്യമായി ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിരമിച്ച സർക്കാർ ജീവനക്കാർ, അവരൊക്കെ വർഷങ്ങളുടെ സർവീസുള്ള ആളുകൾ വിരമിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സർവീസ് ആനുകൂല്യങ്ങൾ അടക്കമാണ് ഈ വയസ്സാം കാലത്ത് 12 മുതൽ 14% വരെയൊക്കെ പലിശ വാഗ്ദാനം ചെയ്ത് അങ്ങനെ വാങ്ങിയെടുത്തിരുന്നത്. അത്തരത്തിൽ മകളുടെ കല്യാണം അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ള മക്കളുടെ രക്ഷിതാക്കളെ സമീപിച്ച് അവർ തിരിച്ചു വരുമ്പോൾ നല്ലൊരു തുക നൽകാം, അങ്ങനെ പല വാഗ്ദാനങ്ങൾ നൽകി ഏജന്റുമാർ ഉപയോഗിച്ച് വാങ്ങിയ പണമാണ് ഒടുവിൽ വലിയൊരു തുകയായപ്പോൾ നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ട് ഉടമകൾ തന്നെ മുങ്ങിയിരിക്കുന്നത്. നിലവിലവിടെ ജോലി ചെയ്ത ജീവനക്കാർക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ നിക്ഷേപകർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. പലർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അടുത്ത മാസം കല്യാണം നടക്കേണ്ട പെൺകുട്ടിയുടെ പിതാവ് ആ പണം തേടി അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ചെക്ക് ക്ലോസ് ചെയ്ത അക്കൗണ്ടിൻ്റെ ചെക്കാണെന്ന് അറിയുന്നത്. പലർക്കും ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിലെ ചെക്കുകൾ കൊടുക്കുക, അങ്ങനെ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ നിക്ഷേപകർ എത്തുകയാണ് പരാതിയുമായിട്ട്. അപ്പോഴും 15 FIRകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഈ പ്രതികളിൽ ഒരാളെ പോലും കണ്ടെത്താൻ നമ്മുടെ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കൗതുകവും ആശ്ചര്യവും ജനിപ്പിക്കുന്ന വസ്തുതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.